അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബിഗ് ബോസ് മലയാളം സീസൺ 7. അപ്പോൾ ഇന്നത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡിനകത്ത് അനീഷിനെയാണ് നിർത്തി പൊരിക്കുന്നത്. വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രീം ലെവലിലുള്ള പൊരിപ്പാണ്. അപ്പോൾ ഇന്ന് അനുമോൾക്ക് ഇച്ചിരി റെസ്റ്റ് കിട്ടുന്നുണ്ട്. ഇന്ന് അനുമോളെ ലാലേട്ടൻ ഒന്നും പറയുന്നില്ല, വേറൊന്നുമല്ല. അനുമോൾ ടാസ്കിനകത്ത് നല്ല അടിപൊളിയായിട്ടാണ് ടാസ്ക് പുള്ളിക്കാരിക്ക് കിട്ടിയിട്ടുള്ള ക്യാരക്ടർ പുള്ളിക്കാരി നല്ല രീതിയിൽ ചെയ്തിട്ടുള്ളത്. അപ്പം ഒരു ക്വാളിറ്റി ഓഫീസർക്ക് കിട്ടേണ്ട ഒരു ക്യാരക്ടർ നല്ല രീതിയിലാണ് അനുമോൾ കിട്ടിയിട്ടുള്ള ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തുക. കാരണം ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. കാരണം ഇത് നമ്മൾ വിലയിരുത്തേണ്ട ഒരു കാര്യമാണ്. കാരണം ഇപ്പം ഇതുപോലുള്ള കമ്പനികളിൽ ഇതുപോലുള്ള പ്രോഡക്റ്റുകൾ എത്തുന്ന സമയത്ത് ആ ഒരു ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ആള് അതിൻ്റെ ഹൈജീൻ, അതിൻ്റെ വൃത്തി കാര്യങ്ങൾ, അതിൻ്റെ ക്വാളിറ്റി ഒന്നും ഉറപ്പ് വരുത്താതെ അത് അക്സെപ്റ്റ് ചെയ്ത് വിടുവാന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ജനങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് ഉറപ്പായിട്ടും ജനങ്ങൾക്ക് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം അത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ ഭംഗിയായിട്ട് ആ കിട്ടിയ ഒരു ക്യാരക്ടർ സൂപ്പറായിട്ട് ചെയ്തിട്ടുള്ള അനുമോളാണ്. കാരണം അവിടെ ഇപ്പം ബോട്ടിലെല്ലാം റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയും അതിൻ്റെതായിട്ടുള്ള റീസൺ ഉണ്ട്. ഒന്ന്, ബോട്ടിലിനകത്ത് മുടി കിടക്കുന്നുണ്ട്. രണ്ട്, ബോട്ടിൽ ലൂസാണ്. അതുപോലെ ബോട്ടിൽ സ്ക്രാച്ചസ് ഉണ്ട്, ഹൈജീൻ ഇല്ല, ക്വാളിറ്റി കുറവാണ്, ജ്യൂസിന് ക്വാളിറ്റി ഇല്ല. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അനുമോൾ അത് റിജക്റ്റ് ചെയ്തത് പുള്ളിക്കാരിക്ക് കിട്ടിയ റോള് ഭംഗിയായിട്ട് ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം. അല്ലാതെ കൊണ്ടുവരുന്ന വേസ്റ്റ് പ്രോഡക്റ്റുകൾ എടുത്തിട്ട് അത് അക്സെപ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ പേരിൽ വെറുതെ അവിടെ ഉള്ള ആൾക്കാർക്ക് കോയിൻ കൊടുത്തിട്ട് നോമിനേഷൻ ഫ്രീ ആക്കേണ്ട ഒരു കാര്യമില്ല. പുള്ളിക്കാരി അടിപൊളിയായിട്ട് സത്യസന്ധമായിട്ട് പുള്ളിക്കാരിയുടെ റോള് കിട്ടിയ ക്യാരക്ടർ നല്ല രീതിയിൽ ചെയ്തു. അവിടെ ഫ്രണ്ട്ഷിപ്പോ മറ്റുള്ള കാര്യങ്ങളൊന്നും നോക്കാതെ ചെയ്തു. പിന്നെ അനീഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്നത്തെ ഏര അനീഷാണ്. 100% ഉറപ്പിക്കുക. അനീഷിനെ ഫയർ ചെയ്യുവാണ്. വേറൊന്നുമല്ല, അവിടെ കുപ്പി താഴെ തള്ളിക്കളഞ്ഞതും എടുത്തെറിഞ്ഞതും അത് ചവിട്ടുന്നതും കാരണം 2 വട്ടമാണ് അനീഷ് അത് ചെയ്യുന്നത്. അത് ഇച്ചിരി കൂടിപ്പോയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടിപ്പോയി. കാരണം ബിഗ് ബോസ് കൊടുത്തൊരു പ്രോപ്പർട്ടിയാണ്. കാരണം അത്രയും ദേഷ്യം കാണിക്കേണ്ട കാര്യമില്ലായിരുന്നു. എന്നിരുന്നാൽ തന്നെ അതൊരു ടാസ്കിന്റെ ഭാഗമായിട്ട് അങ്ങനെ കാണിച്ചുകൊണ്ട് കുറച്ച് കോണ്ടന്റ് കിട്ടിയല്ലോ ബിഗ് ബോസ് ടീമിന്. അപ്പം അതിനെ പറ്റിയിട്ട് ചോദിക്കുന്നുണ്ട്, നല്ല രീതിയിൽ ഫയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്താണ് കാണിച്ചത്? നിങ്ങളുടെ ആര് പറഞ്ഞു ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടി എടുത്ത് വലിച്ചെറിയാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടൻ നല്ല രീതിയിൽ ഫയർ ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ഫയറിങ് മൊത്തം അനീഷിനോടാണ്. അനുമോള് അവിടെ മാറി അവിടെ ഇരിപ്പുണ്ട്. അനുമോൾക്ക് ഇന്ന് റെസ്റ്റ് ആണ്. സാധാരണ അങ്ങനെ ആണല്ലോ എല്ലാ വീക്കെൻഡിലും. കാരണം ഇന്നത്തെ ഒരു ലാലേട്ടൻ്റെ എപ്പിസോഡിലും എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഇന്നും അനുമോളെയാണ് ലാലേട്ടൻ അനാവശ്യമായിട്ട് ഫയർ ചെയ്യുന്നത്, വഴക്ക് പറയുന്നതൊക്കെ വിചാരിച്ചായിരിക്കും ചിലപ്പോൾ എല്ലാവരും ഇരിക്കുന്നത്. സാധാരണ അങ്ങനെയാണല്ലോ ലാലേട്ടൻ വരുന്ന ദിവസങ്ങളിൽ ഒന്നും കിട്ടിയില്ലെങ്കിൽ തന്നെ അനുമോളെ എണ്ണീപ്പിച്ചിട്ട് ഫയർ ചെയ്തിട്ടാണ് പുള്ളിക്കാരൻ അവിടെ നിന്ന് പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ്. ഒരു ആൻസർ പറയാൻ എണ്ണിച്ചിരുന്നത് അനുമോളെ നിങ്ങൾക്ക് എണ്ണിച്ചിരിക്കാൻ എന്ത് യോഗ്യതയാണ് ഉള്ളതെന്ന് പറഞ്ഞ് അവിടെ അടിച്ചിരുത്തിയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഒരുമാതിരിപ്പെട്ട അനുമോൾ ഫാൻസുകാരെല്ലാം വിചാരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഇന്നും ലാലേട്ടൻ നല്ല രീതിയിൽ ഫയർ ചെയ്യുന്നത് അനുമോളെയാണ്. അല്ല, അനുമോൾക്ക് ഇന്ന് ആ ഒരു ടാസ്ക് ഗംഭീരമായിട്ട് ചെയ്തതിൻ്റെ പേരിൽ ലാലേട്ടൻ പുള്ളിക്കാരൻ്റെ ഒരു പ്രശംസയൊക്കെ കൊടുക്കുന്നുണ്ട്. അനീഷാണ് ഇന്നത്തെ ടാർഗറ്റ്. അതുപോലെ ആദിലയും അനീഷും തമ്മിലുള്ളൊരു വിഷയം അത് നല്ല രീതിയിൽ ആദിലേക്ക് ലാലേട്ടൻ കൊടുക്കുന്നുണ്ട്. അനീഷിൻ്റെ മേഘത്ത് വെള്ളം എടുത്തൊഴിക്കുന്നതും അതുപോലെ അവിടെ ബിഗ് ബോസിൻ്റെ പ്രോപ്പർട്ടി സ്പൂണും പാത്രവും അതൊക്കെ എടുത്ത് വെളിയിലോട്ട് എറിയുന്നതും പാത്രം കഴുകാൻ മടിയുള്ളതിൻ്റെ പേരിലൊക്കെ ലാലേട്ടൻ അതും അതിലേക്ക് നല്ല രീതിയിൽ വയറ് നിറച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ഒരു ക്യാപ്റ്റൻ വന്ന് വിളിക്കുന്ന സമയത്ത് കാരണം ഒരുപാട് വട്ടം വിളിക്കുന്നുണ്ട് അവിടെ പാത്രം കഴിവ്. കാരണം അവർ പാത്രം കഴുകി കൊടുത്താൽ മാത്രമേ കാരണം ഇതെല്ലാം ഡിവൈഡ് ചെയ്ത് കൊടുത്തേക്കുന്ന ഡ്യൂട്ടിയാണ് ആൾട്ടർനേറ്റീവായിട്ട്. ജിഷൻ പകുതി കഴുകി വെച്ചിട്ടും അവിടെ ആദില കഴുകുന്നില്ല. ഉച്ചയാവുന്ന സമയം വരെയും പാത്രങ്ങൾ അവിടെ ഇരിപ്പുണ്ട്. കാരണം ആ പാത്രങ്ങൾ കഴിയാൻ മാത്രമേ അടുത്ത കിച്ചൺ ടീമിന് അത് കുക്ക് ചെയ്ത് ഫുഡ് ഉണ്ടാക്കി അവർക്ക് സമയാസമയങ്ങളിൽ കൊടുക്കാൻ പറ്റൂ. അപ്പോൾ ഈ ആദില മടി പിടിച്ച് അവിടെ കിടന്നിട്ട് ലാസ്റ്റ് പിന്നെ അനീഷ് കഴുകാൻ പോകുന്ന സമയത്ത് ഓടി വന്ന് കഴുകുന്നു, അനീഷിനെ തട്ടിയെടുത്ത് കളയുന്നു, അനീഷിൻ്റെ പുറത്ത് വെള്ളം ഒഴിക്കുന്നു. വളരെ മോശം പ്രകടനമാണ് ഈ ആഴ്ച ഫുള്ള് ആദില കാണിച്ചുട്ടിയത്. ഇതിന് നല്ല രീതിയിൽ ആദിലയ്ക്ക് കിട്ടണം. നല്ല രീതിയിൽ ലാലേട്ടൻ കൊടുക്കുന്നുമുണ്ട്. കാരണം അത്രയും വെറുപ്പീരായിരുന്നു. വായി വരുന്ന മൊത്തം പറയുക. ഇതൊക്കെ ചെയ്ത എന്തിൻ്റെ പേരിലാന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷിൻ്റെ നോമിനേഷൻ്റെ ടൈമിൽ, ഓപ്പൺ നോമിനേഷൻ്റെ ടൈമിൽ ബിഗ് ബോസ് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഓപ്പൺ നോമിനേഷൻ വേണോ അതോ ക്ലോസ് നോമിനേഷൻ വേണോ എന്ന് ചോദിക്കുന്ന ഒരു സമയത്ത് അനീഷ് പറയുന്നുണ്ട് എനിക്ക് ഓപ്പൺ നോമിനേഷൻ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓപ്പണായിട്ട് നിന്നിട്ട് ആദിലയുടെ തെറ്റുകുറ്റങ്ങളൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അവിടെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ ആദിലയ്ക്ക് ഇത്രയും വെറുപ്പ് ഈ ഒരാഴ്ച അനീഷിനോട് തോന്നിയത്.
ഈ ഒരാഴ്ച ഫുള്ള് അനീഷിനെ ഇട്ട് ട്രിഗർ ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് അനീഷിനെ ഇടിക്കുക വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും എപ്പിസോഡിനകത്ത് കാണിച്ചിട്ടല്ല, ലൈവിനകത്ത് കാണിച്ചിട്ടുണ്ട്. പക്ഷേ എപ്പിസോഡ് വരുന്ന സമയത്ത് അത് മുക്കി, അത് എപ്പിസോഡിനകത്ത് കാണിച്ചില്ല. അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലാലേട്ടൻ ചോദിക്കത്തില്ല ആ വിഷയം. പക്ഷേ അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ആദിലയും സമ്മതിക്കുന്നുണ്ട്, നൂറ അതിനെ പറ്റിയിട്ട് ആദിലെടുത്ത് പറയുന്നുണ്ട്. കാരണം എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ദേഷ്യം കുറച്ച് കൺട്രോൾ ചെയ്യും. ഇത് ആദിലയും പറയുന്നുണ്ട്, അനീഷിനെ അടിച്ചെന്നും പറയുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് ചീത്ത വിളിച്ചെന്നും പറയുന്നുണ്ട്. ഇതിന്റെ പേരിലാണ് ഇവരെ നോമിനേറ്റ് ഈ ആദിലെ എല്ലാവരും കൂടെ നോമിനേറ്റ് ചെയ്യുന്നത്. അപ്പോഴാണ് ഇത് ജനങ്ങൾ അറിയുന്നത്. കാരണം ഈ ലൈവിൽ കാണിച്ച സംഭവം എപ്പിസോഡിനകത്ത് കാണിച്ചിട്ടില്ല. അപ്പോൾ അത് വെളിയിൽ ഭയങ്കര ചർച്ചയായിട്ടുണ്ടത്. അപ്പോൾ അതൊക്കെ വളരെ മോശമാണ്. പക്ഷെ അതൊക്കെ ചോദിക്കണമായിരുന്നു. അതൊരു ഫിസിക്കൽ അസാൾട്ട് തന്നെയാണ്, ചോദിക്കേണ്ട കാര്യമാണ്. പക്ഷെ അതെന്തായാലും ചോദിക്കത്തില്ല. അപ്പം ഈ ഒരു വിഷയത്തിൽ ആദിലെയും നിർത്തി പൊരിക്കുന്നുണ്ട് ലാലേട്ടൻ. കാരണം വേണം, ആദിലേക്ക് കിട്ടേണ്ട കാര്യം തന്നെയാണ്. പിന്നെ അഭിലാഷ് പുറത്തു പോകുന്നെന്നാണ് കേട്ടത്. അഭിലാഷാണ് ഈ വട്ടം ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങുന്നതെന്നാണ് കേട്ടത്. പക്ഷേ അഭിലാഷിനെക്കാളൊക്കെ എനിക്ക് തോന്നുന്നു ആ സാബുവാൻ, അതുപോലെ അങ്ങനെ കിടക്കുന്ന കുറച്ച് ടീമുകളുണ്ടല്ലോ, സാബുവാനുണ്ട്, ഒനിയൻ സാബു ഉണ്ട്. അഭിലാഷൊക്കെ അത്യാവശ്യം സംസാരിക്കുന്നുണ്ട്, പോയിന്റുകൾ പറയുന്നുണ്ട്, അത്യാവശ്യം ഗെയിമൊക്കെ കളിക്കുന്ന ഒരു വ്യക്തിയാണ് അഭിലാഷ്. പക്ഷെ ഇപ്പം അഭിലാഷ് അല്ലായിരുന്നു പോണ്ടത്, സാബുമാനായിരുന്നു. സാബുമാൻ ഒരു സേഫ് ഗെയിം കളിച്ച് പുള്ളിക്കാരൻ ഒരു 98 ദിവസം വരെ പോകാനുള്ളൊരു പ്ലാനിങ് ആണ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഈ അഭിലാഷിനെക്കാളൊക്കെ എത്രയോ ബെറ്റർ ആയിരുന്നു നിവിനും ഈ സാബുവാനൊക്കെ പോകുന്നത്. ഇന്ന് രാവിലെ ലൈവിനകത്ത് ഞാൻ കണ്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ ഇന്ന് അനീഷ് നേരത്തെ എണീക്കുന്നുണ്ട്. അപ്പം നെവിൻ്റെ പരിപാടി എന്താ അറിയോ? നെവിൻ്റെ ഉടായ്പ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ എണീക്കുക, കിച്ചണിൽ പോയിട്ട് ഒറ്റയ്ക്ക് കോഫി ഇട്ട് കുടിക്കുക, മോഷ്ടിച്ച് കോഫി ഇട്ട് കുടിക്കുക. അതാണ് നിവിൻ ചെയ്യുന്ന പരിപാടി. അപ്പോൾ ഇന്ന് ജയിലുള്ളതുകൊണ്ട് ജയിലിൽ അനീഷിനെയും അതുപോലെ ആദിലെയും ഇങ്ങനെ ക്യാമറ ഫോക്കസ് ചെയ്ത് കാണിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പം രാവിലെ ഒരു വെളുപ്പിന് അനീഷ് വാഷ്റൂമിൽ പോകുന്ന സമയത്ത് ഈ നെവിൻ അവിടെ നിൽപ്പുണ്ട്. അല്ലെങ്കിൽ ഉറക്കം എണീച്ച് അവിടെ നിൽക്കുവാണ്. നിന്നിട്ട് അപ്പം അനീഷ് കണ്ടോണ്ട് ചോദിക്കുന്നുണ്ട്, നീ ഉറങ്ങിയില്ലെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നെവിൻ അതൊക്കെ കഴിഞ്ഞിട്ട് ഇവർ വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ, നെവിൻ അടുക്കളയിൽ പോയിട്ട് കിച്ചണിൽ പോയിട്ട് ഒരു കോഫി എടുത്തുകൊണ്ട് വന്നിരുന്നിട്ട് വെളിയിരുന്ന് കുടിക്കുവാണ്. നോക്കണം എന്തൊരു പരിപാടി! ഈ കട്ട് തിന്നുന്ന പരിപാടി നെവിനുള്ളതാണല്ലോ, പക്ഷെ ഇത് വളരെ മോശമായിട്ടുള്ള പരിപാടിയാണ്. മോഷ്ടിച്ച് ഫുഡ് കഴിക്കുക. ഈ ഒരു ലാലേട്ടൻ്റെ എപ്പിസോഡിലെങ്കിലും ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട് ചോദിച്ചിരിക്കണം. കാരണം അവിടെ നിന്ന് അവർക്ക് കിട്ടുന്ന റേഷനും ഐറ്റങ്ങളും സാധനങ്ങളും എടുത്ത് മോഷ്ടിച്ച് കഴിക്കുന്ന പരിപാടി ഈ ഒരു സീസണിൽ പോലും ഇങ്ങനൊരു കണ്ടസ്റ്റൻസ് വന്നിട്ടില്ല. പക്ഷേ ഈ നെവിൻ ഇങ്ങനെ ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇനി വരും സീസണിനകത്തും പല ആൾക്കാരും ഇത് ഫോളോ ചെയ്യും. കാരണം ഈ സീസണിൽ നെവിനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും ബിഗ് ബോസ് വാണിംഗ് കൊടുത്തിട്ടില്ല, ലാലേട്ടൻ ചോദിച്ചിട്ടില്ല. അപ്പോൾ ഉറപ്പായിട്ടും ഇനി വരുന്ന സീസണിനകത്തും ഇതുപോലെ ആൾക്കാർ ഫോളോ ചെയ്തിരിക്കും. കിച്ചണിൽ പോവുക, ഇഷ്ടമുള്ള ആഹാരം എടുത്ത് കഴിക്കുക, അങ്ങനെയൊക്കെ ഉറപ്പായിട്ട് ചെയ്തിരിക്കും. എന്നിട്ട് അവിടെ വന്നിരുന്ന് കോഫി കുടിക്കുന്ന സമയത്ത് അതിൽ എണ്ണിച്ചിട്ട് ഒരു സിപ്പ് അടിക്കാൻ തരുമോയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നെവിൻ പറയുന്നുണ്ട്, ജയിൽ തുറന്ന അടുക്കളയിൽ പോയി എടുത്ത് ഇട്ട് കുടിക്കാൻ പറയുന്നുണ്ട്. അപ്പം അതിൽ പറയുന്നുണ്ട്, എനിക്ക് ഇച്ചിരി ശകലം തന്നാൽ അതെന്ന് പറയുന്നുണ്ട്. അപ്പം നെവിൻ പറയുന്നുണ്ട്, അത് ജയിലിൽ കിടക്കുന്നവർക്ക് കോഫി തരാൻ പറ്റത്തില്ല, ബിഗ് ബോസിൻ്റെ റൂൾസിന് എതിരാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവൻ ഈ കാണിക്കുന്ന എന്താണ്, അവിടെയുള്ള ആഹാര സാധനങ്ങൾ മോഷ്ടിച്ച് കഴിക്കുന്നതും അതൊന്നും ഇതിനെതിരല്ലേ? എന്നാലും വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് ഈ നെവിൻ കാണിക്കുന്നത്. പക്ഷേ ഈ അഭിലാഷിനെക്കാളൊക്കെ എന്തുകൊണ്ടും ബെറ്റർ ഈ നെവിനും ഈ സാബുമാനൊക്കെ പോകുന്നതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക.